സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു താരമാണല്ലോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുളിയും മധുരമൊക്കെ ഒരുപോലെ കറക്റ്റായി വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ യഥാർത്ഥ സ്വാദ്. നമ്മൾ കുറച്ച് കട്ടിയായിട്ട് വേണം ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട്. അതിനായിട്ട് ഈ മാങ്ങയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ കളറിന് ആവശ്യമായിട്ട് ഒരു നുള്ളു മുളക് പൊടി കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഈ പറഞ്ഞ ഒരു സാധനമാണ് ശർക്കര. അതായത് ആ മാമ്പഴത്തിൻ്റെ പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് ആദ്യം തന്നെ വേവിക്കാനായിട്ട് വെക്കേണ്ട. മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് മാങ്ങ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഒപ്പം വെള്ളം മതി കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് നാളികേരം ചെറുകിയത്, ഏകദേശം അരമുറി നാളികേരം ചെറുകിയത്, ഒരു നുള്ള് ജീരകം, ഒരു 2-3 കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2-3 പച്ചമുളക് കൂടി ഇത്രയും അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ വേണ്ടത് കുറച്ച് കട്ടിയായിട്ടുള്ള തൈരാണ്. തൈര് നന്നായിട്ട് ഉടച്ച് വേണം നമ്മൾ കറിയിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ അത് ചേർക്കാനായിട്ട് നന്നായിട്ട് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 to 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കന്നെ നന്നായിട്ട് വേവായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല മിനുസായിട്ട് തന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഒരു അരപ്പാണ് കേട്ടോ ഇത്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം എല്ലാം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തൈര് ചേർക്കുന്നത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന ആ തൈര് ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചേർത്ത് കഴിഞ്ഞാൽ അത് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ പാത്രത്തിലെ ചൂടിൽ തന്നെ തൈരൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടത് വറവിടലാണ്. വറവിടുന്നത് ഒന്നുകിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വറുത്തതിന് ശേഷം ഒരു നുള്ളു മുളക് പൊടി കൂടിയിട്ട് വാങ്ങിയിട്ട് നമ്മുടെ ഈ മാങ്ങ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്